എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമി ടോമിയാണ് ആരാധകർ കണ്ടിട്ടുള്ളത്. എത്ര വലിയ പ്രഗത്ഭരെയും തമാശ പറഞ്ഞ് കയ്യിലെടുക്കാൻ റിമി ടോമിക്ക് സാധിച്ചു. എന്നാൽ റിമിയുടെ മനസ്സ് വിഷമിപ്പിച്ച ചില സംഭവങ്ങൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട്. സംഗീത സംവിധായകൻ ശരത്തുമായി ഒരു ഘട്ടത്തിൽ റിമിക്ക് വലിയ അകൽച്ചയുണ്ടായിരുന്നു. എന്നാൽ റിമി ഇതിനെക്കുറിച്ച് ഇപ്പോൾ തുറന്ന് സംസാരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത്. എന്നെ കളിയാക്കിയാൽ എനിക്ക് വിഷമമുണ്ടാകും. നമ്മളെ ഇഷ്ടമില്ലാതെ കളിയാക്കിയാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ആ വ്യക്തിയോട് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഇവർ നമ്മളോട് പൂർണ്ണമായും ഇഷ്ടത്തിലാണോ അതോ ആ വ്യക്തി നമ്മളെ ഒന്ന് കളിയാക്കാൻ പറഞ്ഞതാണോ എന്നെല്ലാം മനസ്സിലാകും. ഞാൻ 113 ഉൾപ്പെടെ പറയുന്ന തമാശകൾ എല്ലാവരും ആ സെൻസിലാണ് എടുക്കുന്നത്. റിമി മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാനും അപമാനിക്കാനും പറഞ്ഞതല്ലെന്ന് ഇത്രയും നാൾ ഗസ്റ്റുകളിൽ ആരും പറഞ്ഞിട്ടില്ല. എന്നെ ഒളിഞ്ഞും പാത്തും കളിയാക്കുന്നവരോട് പ്രതികരിക്കാൻ നിന്നാൽ നമ്മുടെ ജോലി നടക്കില്ല. ഞാനും മ്യൂസിക് ഡയറക്ടർ ശരത്തും തമ്മിൽ പിണക്കമുണ്ടായിരുന്നു എന്ന് റിമി ടോമി പറഞ്ഞു. പിണക്കമുണ്ടായെങ്കിലും പപ്പ മരിച്ച സമയത്തൊക്കെ അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ഇപ്പോഴൊരു ദേഷ്യവുമില്ല. പി ജയചന്ദ്രൻ സാറും ശരത് സാറും എല്ലാമുള്ള ഒരു റിയാലിറ്റി ഷോ എന്നെ ആ ചാനലിൽ നിന്ന് വിളിച്ചു. ഞാനും അതിൽ ജഡ്ജായി ഇരുന്നു. അന്നാണ് എനിക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയത്. കാരണം അങ്ങനെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. 4 ദിവസത്തെ ഷൂട്ടിന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ മടുത്ത് ഞാൻ ഇറങ്ങിപ്പോരുകയായിരുന്നു. ശരത്തേട്ടൻ്റെയും എൻ്റെയും തമാശ രീതിയും ഒരുപോലെയാണോ? ഞാൻ അത്രയും ക്രൂരമായി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആരോടും ഞാൻ ഇനി പറയുകയുമില്ല. അതെനിക്ക് ഉറപ്പാണ്. അത് പിള്ളേരുടെ അടുത്താണെങ്കിൽ പോലും. ശരത്തേട്ടനോടൊപ്പം കൂടെയുള്ള ജഡ്ജസിൻ്റെയും പെരുമാറ്റം വളരെ മോശമായിരുന്നെന്നും റിമി പറഞ്ഞു. പി ജയചന്ദ്രൻ സാറെ ഒരിക്കലും ഞാൻ പറയില്ല. അദ്ദേഹം അങ്ങനെ ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല. അവരെക്കാൾ വിവരം കുറഞ്ഞ ഒരാൾ ജഡ്ജായിരുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നെന്നും റിമി ടോമി പറയുന്നുണ്ട്. ശരത്തേട്ടനെ കുറിച്ച് ഞാൻ മോശമായി ഒരിക്കലും പറഞ്ഞതല്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തതാണെന്നും റിമി ടോമി പറയുന്നുണ്ട്. പക്ഷേ അതെൻ്റെ മനസ്സിൽ വലിയ വേദനയാണ് ഉണ്ടാക്കിയത്. വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കുന്ന ഗായിക തന്നെയാണ് റിമി ടോമി. ഏറെക്കാലമായി അഭിമുഖം പോലും റിമി ടോമി നൽകാറില്ല. മ്യൂസിക് ഷോകളും ടെലിവിഷൻ ഷോകളും എല്ലാമായി കരിയറിലെ തിരക്കുകളിലാണ് ഇപ്പോൾ ഗായിക റിമി ടോമി. നിരവധി റിയാലിറ്റി ഷോകളിൽ റിമി ടോമി ജഡ്ജായി എത്തിയിട്ടുണ്ട്. റിമിയുടെ സാന്നിധ്യം പല ഷോകളുടെയും TRPക്ക് ഇന്ന് ആവശ്യ ഘടകം തന്നെയാണ്. അത്രയും ജനസ്വീകാര്യത റിമി ടോമിക്കുണ്ട്. ഗായിക എന്നതിനൊപ്പം ഒരു വേദിയെ കയ്യിലെടുക്കാൻ പറ്റുന്ന പെർഫോമർ കൂടിയാണ് റിമി ടോമി. റിമിയേക്കാൾ പ്രഗത്ഭരായ സീനിയർ ഗായകരെക്കാളും മാർക്കറ്റ് വാല്യൂ ഷോകൾ റിമിക്ക് ലഭിക്കാനും കാരണം ഇത് തന്നെയാണ്. റിമി ടോമി എത്തുന്ന ഷോകളിലെല്ലാം ഉത്സവ പ്രതീതി തന്നെയാണ്. എപ്പോഴും ഊർജ്ജസ്വലിയായി ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ റിമിക്ക് കരിയറിലുണ്ടായ ഉയർച്ച പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഇക്കാലയളവിനിടെ റിമി ടോമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. വണ്ണം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന റിമി ഫിറ്റ്നസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വർക്കൗട്ടിനോടൊപ്പം കർശന ഡയറ്റിംഗ് ഉള്ളയാളാണ് റിമി ടോമി.